കാശ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുകയാണോ? അത് നടക്കില്ല എന്ന് കട്ടായം പറയുകയാണെന്ന് കെ മുരളീധരൻ. എനിക്ക് CPM-ന്റെയും BJP-യുടെയും രഹസ്യ നീക്കത്തെക്കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. കേന്ദ്രം കേരളത്തെ കൈയഴിഞ്ഞു സഹായിക്കാൻ പോകുകയാണ്. വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടി എന്തും നടത്താൻ അവർ തയ്യാറാണ്. അതിന്റെ ഭാഗമാണിപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടിയത്. ഇഷ്ടം പോലെ പണം കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ജനങ്ങൾ ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കിറ്റ് കൊടുത്തു പറ്റിച്ചതുപോലെ ഇനിയും നടക്കില്ല പിണറായി എന്ന് മുഖത്തടിച്ചു പറയുകയാണ് മുരളീധരൻ. ഒരിക്കൽ ചക്ക വീണു മുയൽ ചത്തു എന്ന് കരുതി ഇനിയും അത് സംഭവിക്കില്ല. ഇനി എങ്ങാനും ചക്ക വീണാലും ഒരു മുയലും ചാവാനും പോകുന്നില്ല എന്നുകൂടി ഉദാഹരണ സഹിതം മുരളീധരൻ വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ സജീവമായി കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നാളെ ഈ പാർട്ടി വിജയിച്ച് അധികാരത്തിൽ വന്നാൽ അതിന്റെ ക്രെഡിറ്റ് KCക്ക് കൂടി ഉള്ളതാണ് എന്ന് മുരളീധരൻ അടിവരയിട്ട് പറയുമ്പോൾ KC എന്ന ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ചുരുക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ ചിരിച്ച് രസകരമായി അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പരാതിയുണ്ടോ എന്ന ചോദ്യത്തിന് കുരുക്കുകൊണ്ട ഒരു ഉത്തരവും കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ചരിത്രം വളച്ചൊടിക്കും. ഇപ്പോൾ വിദ്യാഭ്യാസ പദ്ധതിയിൽ മുഗൾ രാജവംശം ഭരിച്ച കാലം കൊണ്ട് ഒറ്റിമാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ചരിത്രം മനസ്സിലാക്കണം. ഇനി ഫണ്ട് വാങ്ങുകയാണെങ്കിൽ തന്നെ നിബന്ധനകൾ മുന്നോട്ട് വെക്കണം. ഒരിക്കലും ഞങ്ങളുടെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ നിങ്ങൾ ഇടപെടില്ല എന്ന് പറയാൻ കഴിയുന്നുണ്ട്. അത് പറയണം. അല്ലെങ്കിൽ ഇപ്പോൾ മുഗൾ രാജവംശത്തിൻ്റെ ഭരണം പഠിപ്പിക്കാൻ പാടില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ RSSനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. ഗാന്ധിയെ കൊന്നതിനെ കുറിച്ച് പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം നടക്കും. കാശ് കിട്ടാൻ വേണ്ടി എന്നും പറയാം. ഞങ്ങൾ കൊടുത്തുള്ള നിർദ്ദേശം പാഠ്യപദ്ധതിനെ തൊടാൻ സമ്മതിക്കരുത്. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ നിലപാടുണ്ടാവും, പാർട്ടിയുടെ നയമുണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു കാര്യം പറയാൻ നട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി. ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ പാഠ്യപദ്ധതിയിൽ തലയിടാൻ കേന്ദ്രത്തിന് അനുവദിക്കരുത്. അതല്ലാതെ കേന്ദ്രം പറയുന്ന പോലെ കുട്ടികളെ പഠിപ്പിക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം തയ്യാറാണ്. ഈ ഉപാധികൾ കേന്ദ്രം സമ്മതിക്കട്ടെ. എന്നിട്ട് നമുക്ക് അന്ന് പറഞ്ഞാൽ മതിയോ? അത് കേന്ദ്രം സമ്മതിച്ചാൽ നമുക്ക് അന്നാലോചിക്കാം. ഇപ്പോഴത്തെ നിലയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയും. അല്ല, ഇത് പറഞ്ഞ ഈ കണ്ടീഷനാണ് പറയുന്നത്. പാഠ്യപദ്ധതിയിൽ നമ്മുടെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറയട്ടെ കേന്ദ്രം. ഞങ്ങൾ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്ക് കൊടുത്തുള്ള നിർദ്ദേശമാണ്, ഒരിക്കലും സംസ്ഥാനത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ കേന്ദ്രം തലയിടാൻ പാടില്ല. പിന്നെ ദേശീയ നയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നയത്തിൽ ആർക്കും വിരോധമൊന്നുമില്ലല്ലോ. നേരെ മറിച്ച് ചരിത്രത്തിനെ വളച്ചൊടിക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, അദ്ദേഹം കേരളത്തിൻ്റെ ഭാഗമല്ലേ? എന്ത് അഖിലേന്ത്യയാണെങ്കിലും കേരളത്തിലല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവും. നാളെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനും കൂടിയല്ലേ. അപ്പോൾ സജീവമാവണല്ലോ. പക്ഷേ ഒരിക്കലും അദ്ദേഹം പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അദ്ദേഹം തള്ളിടാറുണ്ട്. അല്ല, അതിന് ഇപ്പോൾ സെക്രട്ടറിമാർ ലിസ്റ്റാണ്, പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. എൻ്റെ വിഷമം നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞാൻ എൻ്റെ പ്രയാസങ്ങൾ ഞാൻ ആരോടും സംസാരിക്കാറില്ല.